ചിക്കൻ നെക്ക് സിലിഗുരി കോറിഡോർ നമ്മുടെ വടക്ക് കിഴക്കിൽ വളരെ നിർണായകമായ ഒരു പ്രദേശമാണ്. ഇന്ത്യയെ ഈ പറയുന്ന 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു നൂല് പോലത്തെ പ്രദേശം ചിക്കൻ നെക്ക് സിലിഗുരി കോറിഡോർ. അവിടെ ബംഗ്ലാദേശും ചൈനയും അവിടെ അത് പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ടെന്ന് വളരെ കാലമായിട്ട് കേൾക്കുകയാണ്. അങ്ങനെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ 7 സംസ്ഥാനങ്ങൾക്ക് നമുക്ക് ആക്സസ് നഷ്ടപ്പെടും. ഈ 7 സംസ്ഥാനങ്ങളും പിടിച്ചെടുക്കുന്നത് ആരാണോ അവർക്ക് സ്വന്തമാകുന്നതിന് തുല്യമാകുന്ന ഒരു കാര്യം. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം ഇറങ്ങുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നു. അതേസമയം തന്നെ അതിർത്തിയിൽ കാശ്മീരിൽ ഇന്ത്യൻ സൈന്യത്തിനെ വലിയ രീതിയിൽ തന്നെ വിന്യസിക്കുന്നുണ്ട്. അവിടെ ഈ അടുത്ത് തന്നെ ലഡാക്കിൽ ഈ പറയുന്ന കലാപം ഉണ്ടായി. അതിനുശേഷം അങ്ങനെ പല പല നീക്കങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന അതിർത്തികളെല്ലാം തന്നെ വളരെ കലുഷിതമാണ്. അതിനോടൊപ്പം തന്നെ അഫ്ഗാൻ മന്ത്രി ഇവിടെ വന്നപ്പോൾ അഫ്ഗാൻ പാകിസ്ഥാൻ യുദ്ധം അത് എന്താ പറയുക, ഒരു കോയിൻസിഡൻസ് പോലെ അവിടെ നടക്കുന്നു. അപ്പോൾ ഇതിനോടൊപ്പം കേൾക്കുന്ന വാർത്തയാണ് ഈ കഴിഞ്ഞ ദിവസം ദ്വിവേദി പറഞ്ഞു, ദീപാവലി ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കരസേന മേധാവിയായിട്ടുള്ള ദ്വിവേദി പറഞ്ഞു, ഓപ്പറേഷൻ സിന്ദൂർ 2ാം ഘട്ടം ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി സൈനികർ തയ്യാറെടുക്കണം, മാനസികമായി തയ്യാറെടുക്കണം. ആവർത്തിച്ച് പറയുകയാണ്. 79,000 കോടി രൂപയാണ് പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ പുതിയ ആയുധങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഈ പുതിയ ആയുധങ്ങൾ 3 സേനയ്ക്കുമുള്ള ആയുധങ്ങളാണെന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതായത് കരസേനയ്ക്കും വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കുമുള്ള ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ്. അതെല്ലാം തന്നെ അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടുമ്പോൾ ഒരു യുദ്ധം, നമ്മളെ പുരുഷ പറയുന്ന പോലെ ഒരു യുദ്ധം ഏത് നിമിഷം വേണോ സംഭവിക്കാം എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയല്ലേ കാര്യങ്ങൾ. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും അങ്ങനെ ഇതിലേക്ക് കിടക്കുക? കാരണം നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരു ഭീകരവാദമോ ഒന്നും ഉണ്ടാകുന്നില്ല, പക്ഷെ എന്തോ ഒന്ന് വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ. അതെ വിജയ്, ഇതിനകത്ത് പല വാർത്തകളും നമ്മൾ അറിയുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ഇപ്പം ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, ദീപാവലി കഴിഞ്ഞല്ലോ, ഏറ്റവും വലിയൊരു വാർത്ത അത് അല്ലെങ്കിൽ ദേശീയ തലത്തിൽ വന്നതാണ്. ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യില്ല. 219 സ്ഫോടനങ്ങളായിരുന്നു കാശ്മീരിൽ മാത്രം നമ്മുടെ സൈന്യം തകർത്തത്. അതായത് ബോംബ് സ്ഫോടനങ്ങൾ പൊട്ടിത്തെറിച്ചില്ല, അതിനു മുമ്പേ കണ്ടുപിടിച്ചു. നിങ്ങൾക്കറിയാവോ, 219 സ്ഫോടനവും അവർ സ്പോട്ട് ചെയ്ത് പറയുമ്പോൾ 218 എണ്ണവും തകർത്തിട്ട് ഈ ഒരെണ്ണം പൊട്ടിത്തെറിച്ചായിരുന്നെങ്കിൽ ഈ രാഹുൽ ഗാന്ധി നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ എങ്ങനെ പറഞ്ഞേനെ? ഇന്ത്യ പൊട്ടിത്തെറിക്കുന്നു, ഇന്റലിജൻസ് വീഴ്ച, ഇന്ത്യക്ക് കഴിവില്ല, കപ്പാസിറ്റി ഇല്ല, പട്ടാളം കൊള്ളത്തില്ല, മോദി കൊള്ളത്തില്ല, അമിത്ഷാ കൊള്ളത്തില്ല, രാജ്നാഥ് സിംഗ് കൊള്ളത്തില്ല. 219 എണ്ണം നിർവീര്യമാക്കിയവർ ഇവിടുത്തെ ഏതെങ്കിലും മാധ്യമത്തിനകത്ത് ഒന്നും വന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പട്ടാളം ഈ പറയുന്ന സിലിഗുരി, ഇപ്പൊ പറഞ്ഞല്ലോ സിലിഗുരി കോറിഡോർ, അതായത് വടക്കിഴക്കൻ സംസ്ഥാനത്ത് നമുക്ക് ഏറ്റവും ത്രെട്ടുള്ളതും നമ്മളെ എപ്പോഴും ബംഗ്ലാദേശ് ഭീഷണിപ്പെടുത്തുന്നതും ചൈനയ്ക്ക് സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നതും പാകിസ്ഥാൻ അവിടെ ആളിനെ നിർത്തി തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള സാധനം അവിടെ വെച്ചാൽ ഒരു പ്രാവശ്യം ഈ പറയുന്ന ബംഗ്ലാദേശിലെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയ പറഞ്ഞ് നിനക്ക് ഒരു ഇക്കനൊക്കെ അറിയത്തുള്ളൂ, 2 ഇക്കനൊക്കെ ഇന്ത്യ എനിക്കറിയാവുന്ന നമ്മുടെ ആസാം മുഖ്യമന്ത്രി പറഞ്ഞു, അയാളെ അറിയാമല്ലോ. എന്നിട്ട് കാണിച്ചു കൊടുത്തു അവിടെ 2 പ്രദേശം, അത് നമ്മളിഞ്ഞെടുക്കും. അപ്പോൾ അത് ഇപ്പം അവിടെ വന്ന സംഭവം അറിയാമോ? നമ്മുടെ സാറ്റലൈറ്റ് ചിത്രം കാണിച്ചുകൊണ്ട് നമ്മുടെ പട്ടാളം ബംഗ്ലാദേശിൽ കടന്നു കയറി അവിടുത്തെ ബംഗ്ലാദേശിലെ പട്ടാള മേധാവി വിളിച്ചിട്ട് പറഞ്ഞത് സാറ്റലൈറ്റ് ചിത്രമാണ്, കണ്ടോ ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടോ, ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്ന ആരാണെന്നറിയാമോ? ഭീകരന്മാർ. നിങ്ങളുടെ സപ്പോർട്ടുണ്ടോ? പാകിസ്ഥാന്റെ സപ്പോർട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എളുപ്പം ഇത് പൊളിച്ചു മാറ്റിക്കോണം. ഇത് ത്രെട്ടുണ്ട്, ഇന്ത്യക്കെതിരെയുള്ള നീക്കമാണ്, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് പണി നടത്തും എന്ന് പറഞ്ഞു പോന്നിട്ടുണ്ട്. ഒരു രാജ്യത്തിനകത്ത് കയറി, അത് വലിയ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും വലുതായിട്ട് റിപ്പോർട്ട് ചെയ്തില്ലല്ലോ. രാജ്യത്തിനകത്ത് കയറി നമ്മുടെ പട്ടാളം കയറി ഇങ്ങോട്ട് ഇറങ്ങിയോ, നിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ടെന്ന് വിളിച്ച് കയറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത് മാറ്റിയില്ലെങ്കിൽ അടി നമ്മൾ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ത്രെട്ടാണോ? കാശ്മീരിലെ വിഷയം ഞാൻ പറഞ്ഞു, ഗുജറാത്ത് മേഖലയിൽ ഈ പറഞ്ഞതുപോലെ വലിയ തയ്യാറെടുപ്പുകൾ നടന്നതായിട്ടുണ്ടോ? സ്ലീപ്പർ സെല്ലുകൾ ഈ പറയുന്ന പല മേഖലയിലും ഈ സിന്ദൂറിന് ശേഷം ഈ പറയുന്നത് പോലെ ഓരോ മേഖല തിരിച്ച് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്നത് ജമാഅത്ത് ഇസ്ലാമിയോ അല്ലെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് അതുപോലെ ഹിപ്പോ അല്ലെങ്കിൽ പല രീതിയിൽ ഓരോ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ച്, അപ്പോൾ ഡൽഹിയിൽ ഇന്നാൾ മതി, ഗുജറാത്തിൽ ഇന്നാൾ മതി, മറ്റിടത്ത് ഇന്ത്യയിലെ സ്ലീപ്പർ സെല്ലുകളുണ്ട്. ബംഗ്ലാദേശിൽ പശ്ചിമ ബംഗാളിൽ വളരെ വലുപ്പത്തുണ്ട്. നമുക്കെതിരെ വലിയൊരു തയ്യാറെടുപ്പ് നടത്തുകയാണ്.
ഇത് നമുക്കെതിരെയുള്ള തയ്യാറെടുപ്പ് വളരെ വലിയ വലിപ്പത്തിൽ ഈ പാകിസ്ഥാന്റെ രൂപത്തിലും ബംഗ്ലാദേശിന്റെ രൂപത്തിലും അതിനുവേണ്ട സപ്പോർട്ട് നമ്മളെ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ മുന്നോട്ടുള്ള പുതുപ്പിനെ തടയുന്നതിന് വേണ്ടിയൊക്കെ നടത്തുന്നുണ്ട്. നിങ്ങൾക്കറിയാവോ ഈ 2014 മുമ്പ് എന്തോ സംഭവിച്ചിട്ടുണ്ട്? 6 മാസം കൂടുമ്പോൾ ഒരു വീട്, 3 മാസം കൂടുമ്പോൾ ഇന്ന് 3 മാസത്തിന് മുമ്പ് ഡൽഹിയിൽ, അത് കഴിഞ്ഞ് രാജസ്ഥാനിൽ, അത് കഴിഞ്ഞ് ഗുജറാത്തിൽ, അത് കഴിഞ്ഞ് ഈ പറയുന്നത് പോലെ പശ്ചിമബംഗാൾ, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമല്ലായിരുന്നു. ഇതൊക്കെ മാറി ഇപ്പൊ ഒന്നും നടക്കുന്നില്ല. രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ നടത്താൻ വേണ്ടി പണ്ട് ശ്രമിച്ചിട്ടുള്ളവന്മാരും നടത്തിക്കൊടുത്തിട്ടുള്ളവന്മാരും ഇതിനകത്തുണ്ട്. അപ്പൊ ഇതിനുവേണ്ടി പണ്ട് വെളിയിൽ നിന്ന് നടത്തിയവന്മാരും ഉണ്ട്. ഇവരെല്ലാം ശ്രമിച്ചിട്ട് പോലും നടക്കാത്തതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ വലിയ തയ്യാറെടുപ്പുകൾ കൊണ്ടാണ്, നമ്മുടെ ശക്തി കൊണ്ടാണ്, നമ്മുടെ നിരീക്ഷണം കൊണ്ടാണ്, നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റ് സംവിധാനം കൊണ്ടാണ്, അത് നമ്മുടെ പ്രതിരോധ അല്ലെങ്കിൽ നമ്മുടെ പട്ടാളത്തിന്റെയും പ്രതിരോധ സംവിധാനത്തിന്റെയും ഗുണം കൊണ്ടാണ്. അതിനായി ഇപ്പോൾ വീണ്ടും പൈസ കൊടുത്ത്, നിങ്ങൾക്കറിയാം സിന്ധുവിന് ശേഷം നമ്മൾ അറിഞ്ഞത് കോടാനുകോടി രൂപയാണ് പ്രതിരോധ വകുപ്പിന് വേണ്ടി തേലമാക്കുന്നത്. നമ്മൾ അതിനകത്ത് വലിയ വലിപ്പത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആദ്യം 50,000 കൊടുത്തായിരുന്നു, ഓർമ്മ 50,000 കോടി രൂപ കൊടുത്തായിരുന്നു. അതിനുശേഷം 1,00,000 കോടി രൂപ കൊടുത്തായിരുന്നു. ഇപ്പൊ 79,000 കോടി രൂപ കൊടുക്കുന്നു. അതായത് നമ്മുടെ അതിർത്തി സംരക്ഷിക്കുന്നതിന് എല്ലാ രീതിയിലുമുള്ള, അതായത് അതാത് മേധാവി എടുത്ത് പറഞ്ഞേക്ക് നിങ്ങളുടെ കുറവ് നിങ്ങൾ പരിഹരിച്ചോണം. നേവി എടുത്ത് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ, ആയുധങ്ങളുടെ കുറവുണ്ടോ, അല്ലെങ്കിൽ എപ്പോഴും തയ്യാറായിരിക്കണം. എപ്പോഴും ഇരിക്കത്തക്ക രീതിയിലേക്ക് ത്രട്ട് നമുക്കുണ്ട്. ഇപ്പൊ തന്നെ കരസേന മേധാവി ദീപാവലിക്ക് പറഞ്ഞു കേട്ടല്ലോ, പല വലിപ്പത്തിൽ, അതാ ഞാനിപ്പോൾ പറയാം, പല വലിപ്പത്തിലും നോക്കിയിട്ടുണ്ടെങ്കിൽ യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെടിനിർത്തം നടന്നുള്ളേ ഉള്ളൂ. അവിടെമാർ കയറുന്നുണ്ടോ, ഇവിടെമാർ കയറുന്നുണ്ടോ, ഏതൊക്കെ മേഖലയിലാണ് ഇവന്മാർ ഇതുപോലെ സ്ഫോടനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, ഏതൊക്കെ മേഖലയിലാണ് നുഴഞ്ഞു കയറ്റക്കാർ, ഇങ്ങനെ പല രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കാം. അപ്പം വ്യോമസേന എടുത്ത് നമ്മുടെ ആവശ്യത്തിനുള്ള വിമാനങ്ങൾ ഇപ്പം മിഗ് തിരിച്ചു വിളിച്ചല്ലോ, അല്ലെങ്കിൽ അതിനുശേഷം ആവശ്യമുള്ള വിമാനങ്ങൾ മൊത്തം വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതുപോലെ നമ്മൾ സ്വയം DRDOയുടെ കെയർ ഓഫിൽ ഓരോ ദിവസവും ധ്വനി, അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ മിസൈലിനെ പറ്റി അല്ലെങ്കിൽ പരീക്ഷണത്തെ പറ്റി പൊയ്ക്കൊണ്ടിരിക്കുമല്ലേ. കരസേനയ്ക്ക് വേണ്ടി ഡെവലപ്മെന്റ്സ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ പ്രാദേശികമായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന ആയുധങ്ങൾക്ക് പുറമെ ഏതെങ്കിലുമൊക്കെ ആയുധങ്ങൾ കൊള്ളാമെന്ന് കണ്ടാൽ അവിടെ നിന്നെല്ലാം ഇറക്കുമതി ചെയ്യുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന് ഉപയോഗിച്ച ഒരു പ്രത്യേക മിസൈൽ, അത് കൂടുതൽ വലുപ്പത്തിൽ ഇറക്കാൻ പോവാ. ഏതാ? ഇസ്രായേലിൽ. അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട നമ്മൾക്കുണ്ട്. എന്നാലും നമ്മൾ അപ്പം പ്രതിരോധ മേഖലയിൽ അത്രയും കരുത്തിൽ നമ്മൾ കരുതി വെക്കൂ. കാരണം നമ്മളെ തീർക്കാൻ നിൽക്കുകയാണ്. ആഭ്യന്തര ശത്രുക്കൾ ഉൾപ്പെടെ നമ്മുടെ ഇതിനകത്തുണ്ട്. ആഭ്യന്തര ശത്രുക്കൾ വലിയ വലുപ്പത്തിലുണ്ട്. അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള പാകിസ്ഥാനെ ഈ പറയുന്ന പോലെ കൂലിത്തല്ലുകാരനായിട്ട് ഉപയോഗിക്കാൻ വേറെ രാജ്യങ്ങളുണ്ട്. അത് പ്രത്യക്ഷത്തിൽ ഇപ്പം നമുക്ക് ബോധ്യമാകുന്ന രീതിയിൽ അമേരിക്ക ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ചൈന ഒരു ഘട്ടത്തിൽ നമ്മളോടിപ്പം അമേരിക്കയുടെ പ്രശ്നം വെച്ച് ആനുകൂല്യത്തിലുണ്ടെങ്കിൽ ചൈനയെ നമുക്ക് അങ്ങനെ വിശ്വസിച്ച് പോകാൻ പറ്റത്തില്ല. നമ്മുടെ ബോർഡറുകൾ ഇപ്പൊ എല്ലാ രീതിയിലും നമ്മൾ നോക്കി നോക്കും. ബംഗ്ലാദേശ് അങ്ങനെ ഒരു സ്ഫോടനാത്മകമായ രീതിയിലേക്ക് നോക്കാം. നമുക്കിത് വിഷയമല്ലെങ്കിലും തുടങ്ങിയാൽ പ്രശ്നമല്ലേ, വേണ്ടി വന്നാൽ തുടങ്ങാതിരിക്കാനും പറ്റത്തില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഈ ത്രട്ട് പല ഭാഗത്തു നിന്നുണ്ട്. സിന്ധൂർ അവർ പറഞ്ഞതനുസരിച്ച് നിർത്തിയെന്നേ ഉള്ളൂ. നമുക്ക് ടാർഗറ്റുകളുണ്ട്. അതാണ് കരസേനാ മേധാവി പറഞ്ഞത്. അതിനകത്തൊരു ടാർഗറ്റാണ് നമ്മുടെ POK. മനസ്സിലായി? POK നമുക്ക് വേണം. POK നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ 50 ലക്ഷം പേരുണ്ട്. അതിനകത്ത് ഈ പറയുന്നത് പോലെ 25 ലക്ഷം പേരും ഭീകരവാദ സ്വഭാവം ഉള്ളവനാണെങ്കിൽ പോലും ഇവനെ അവിടുന്ന് ഇപ്പൊ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ത്യ കയറി ഇടപെടുന്നുണ്ടോ? അവിടുന്ന് ഉള്ളവന്മാരെല്ലാം നേരത്തെ പാലായനം ചെയ്ത ഓർമ്മയുണ്ടോ? അവിടെ ആയിരുന്നാലും ഇവന്മാരുടെ എല്ലാം ഹോൾഡ് ആരെങ്കിലും അന്താരാഷ്ട്ര UN ചോദിച്ചാൽ പറയും അത് ഞങ്ങൾ പാകിസ്ഥാൻ പറയും ഞങ്ങളുടെ ഏരിയയിലില്ല. അവിടുത്തെ കോടതി പറയും അവിടുത്തെ പ്രശ്നം നടന്ന ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. അപ്പൊ ഇവന്മാരെല്ലാം കൂടെ കൊണ്ടുവന്ന് അവിടെ വെച്ചിരിക്കുകയായിരുന്നു. അവസാനം ഇന്ത്യ നോട്ടം ഉണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല അവിടെ ആഭ്യന്തര വിഷയങ്ങളുണ്ട്. അപ്പം അതിനകത്തൊരു ഫിൽറ്ററിങ്ങിന് ശേഷം ആ പ്രദേശം നമ്മുടെ ഭാഗത്തേക്ക് തന്നെത്താനെ വരും. പാകിസ്ഥാൻ പട്ടാളത്തിന് പൈസ കൊടുക്കാനില്ലാത്ത ഇപ്പം സൗദി അറേബ്യക്ക് കൂലിക്ക് പട്ടാളം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഉള്ളവന്മാരെ കടി മേടിച്ച് പൊച്ചം തിരിയുക. പാകിസ്ഥാൻ പട്ടാളത്തിനെ റിക്രൂട്ട് ചെയ്യുക ആരാ? ബലൂചിസ്ഥാൻകാർ. ഒന്ന് ആലോചിച്ചു. ബലൂചിസ്ഥാൻ അറബിയിലേക്ക് പാകിസ്ഥാൻ പട്ടാളത്തിൽ നിന്ന് രാജിവെച്ച് പോകുന്ന ഒരു രാജ്യം ഒന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരൊക്കെ എന്തൊരു രാജ്യമാണ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ അടുത്തൊരു ഡീസന്റ് ഉള്ളവനിരുന്നാൽ അവൻ എന്തൊക്കെ ചെയ്യും നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റും. അല്ലാത്ത വായി നോക്കിയാണെങ്കിൽ അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയാനൊക്കെ. അപ്പൊ ഇവനെ കൂടുതൽ കരുതണം. അപ്പൊ കരുതുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ. അപ്പൊ എങ്ങനെയായാലും എപ്പോഴും ഒരു ത്രട്ട്, കാരണം തിരിച്ചടി അത് നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത മുമ്പത്തെക്കാട്ടിൽ കൂടുതലാണ്. തിരിച്ചടി നമുക്ക് കിട്ടിയിട്ട് അതിന്റെ വലിപ്പച്ചെറുപ്പം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നഷ്ടങ്ങൾ വന്നിട്ട് അയ്യോ അന്നേരം ഒന്ന് ശ്രദ്ധിച്ചാൽ നീ ഇത് തന്നെ സിന്ധൂരിന് സംഭവം കാശ്മീരിൽ സംഭവിച്ചെന്ത് പഹൽഗാമിനകത്ത് എന്തായാലും നമുക്ക് സംഭവിക്കാം. പക്ഷെ നമ്മുടെ അനാസ്ഥയെന്ന് പറഞ്ഞാൽ അല്ലെന്നങ്ങ് നിഷേധിക്കാൻ പറ്റൂ.
ഇവരെ 1 കൊല്ലം മുമ്പോ 1.5 കൊല്ലം മുമ്പോ 2 കൊല്ലം മുമ്പോ കയറിയിട്ടുണ്ടെങ്കിൽ ഇനി കയറാനുള്ള സാധ്യത ഉണ്ടായല്ലോ. ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ല മനസ്സിലായോ? അതുപോലെ നമുക്ക് ഇനിയും ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങാൻ പറ്റും. അതിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ തുകകൾ വിന്യസിക്കുന്നതും പട്ടാളത്തെ ഒരുക്കുന്നതും അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതും ഒക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.